നമ്മളിന്നൊരു തേക്കിൻ്റെ കളറിൻ്റെ മുകളിൽ ഡാർക്കായിട്ട് വീട്ടിക്ക് വരയ്ക്കുന്ന പോലെയുള്ളൊരു വരയാണ് വരയ്ക്കുന്നത്. ഇതിന് മുകളിൽ നമുക്ക് റോസ് വുഡും ബ്ലാക്കും അല്ലെങ്കിൽ വാൾനട്ടൊക്കെ ചേർത്ത് സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വീട്ടി നമ്മുടെ ഇഷ്ടമുള്ള കളറിലുള്ള വീട്ടി കളറാക്കിയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നോർമലി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മഹാഗണി എനാമൽ പെയിൻറ്റ് അത് അടിച്ചിട്ട് അതിന് മുകളിൽ ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് ഈ ഒരു രീതിയിൽ വരച്ചാൽ മാത്രം മതി. നമ്മൾ കുറച്ച് ബ്ലാക്ക് കൂടുതൽ ചേർത്തിട്ടാണ് ഇപ്പോൾ ബ്രൗണിൽ വരയ്ക്കുന്നത്. നമുക്ക് മഹാഗണിക്ക് മുകളിലാണെങ്കിൽ വെറും ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് മാത്രം വരച്ചാൽ മതി. പിന്നെ ഇതുപോലെ വരയ്ക്കുന്ന സമയത്ത് തേക്കിനാണെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് വരയ്ക്കാം. വളരെ ചെറിയ രീതിയിൽ ബ്രൗണിൽ യെല്ലോ ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടാക്കിയിട്ട് വരച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള വരകൾ ഉണ്ടാവും. ചില ആളുകൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഡാർക്ക് ചേർക്കുന്നത്, ലൈറ്റ് വര അല്ല തേക്കിന് പാടുള്ളൂ എന്ന്. അത് പല തേക്കിനും പല കളറായിരിക്കും. അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ ആ വര പ്രൊജക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കാണണം എന്നുള്ള ആളുകൾക്ക് നമുക്ക് ആ ബ്രൗണിലോട്ട് കുറച്ച് ബ്ലാക്കും റെഡൊക്കെ ചേർത്തിട്ട് അതിനെ കുറച്ചുകൂടെ ഡാർക്കാക്കിയിട്ട് വരയ്ക്കേണ്ടി വരും. പിന്നെ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരകൾ മങ്ങിപ്പോവാതിരിക്കാനായിട്ടും കുറച്ച് ഡാർക്കായിട്ട് വരയ്ക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന വർക്കുകളിൽ നമ്മുടെ വരകൾ ഉള്ളിലോട്ട് തീരെ കാണാതായി പോകും. ചില ആളുകൾ നല്ല രീതിയിൽ ഡാർക്കായിട്ട് സ്റ്റെയിൻ ചെയ്യുന്ന ഒരുതരം പോളിഷ് വർക്കേഴ്സ് ഉണ്ട്. അവർ വർക്ക് കഴിഞ്ഞാൽ കുറേ വാൾനട്ട് ചേർത്തിട്ട് അതിന് മുകളിൽ അടിക്കും. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ഒരു വരയും കാണില്ല. അതിലിടുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വരകളൊക്കെ മാഞ്ഞു പോകും. ചിലർ ഒന്നും ചേർക്കില്ല, നേരിട്ട് ഡയറക്റ്റ് തന്നെ അടിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നമുക്ക് ലൈറ്റ് കളറിൽ വരച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ എക്സ്റ്റീരിയറിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴും MRFൻ്റെ ഒക്കെ എക്സ്റ്റീരിയർ സ്റ്റെയിനറുകൾ വരുന്നത് പോലെയുള്ള സ്റ്റെയിനറുകൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ലെങ്കിൽ ഫെയ്ഡായിട്ട് പോകും. അപ്പോൾ പല സ്ഥലത്തും ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒറിജിനൽ വുഡുകളുണ്ടാവും. അപ്പോൾ അതിനോട് ഒരു ജോയിൻ്റായിട്ട് വരേണ്ട വർക്കുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഇതുപോലെയുള്ള വരകളൊക്കെ വരച്ച് അതിൽ സ്റ്റെയിനിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ച് വയ്ക്കാം. ബാക്കിയുള്ളതുമായിട്ട് മാച്ച് ചെയ്യിക്കുന്ന സമയത്താണ് ഈ കളർ മാച്ചിങ് അതല്ലെങ്കിൽ ഈ കളറുകൾ നോക്കിയിട്ടുള്ള വര ഗ്രെയിൻസിൻ്റെ വേണോ ഗ്രെയിൻസ് വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടെയുള്ള ഒറിജിനൽ വുഡുകളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന രീതി എങ്ങനെയാണോ അങ്ങനെ വരച്ച് വയ്ക്കുക. അല്ലാതെ അതിനെ ചിത്രപ്പണികളൊക്കെ ചെയ്യാൻ നിന്ന സമയം ഒരുപാട് എടുക്കും. ഇപ്പോൾ ഈ ഒരു സംഭവം വരയ്ക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഒരു കൈ കൊണ്ടാണ് ഇത് വരയ്ക്കുന്നത്, ഒരു കൈ കൊണ്ട് നമ്മൾ മൊബൈൽ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ ചില ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഇത്ര സമയമെടുത്ത് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ചില വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ വരച്ച് പഠിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കാണിക്കുന്നത്. അതല്ലെങ്കിൽ ഇത്രയും ഗ്രെയിൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഗ്രെയിൻസ് അറിയാതെ ഞാൻ വരയ്ക്കാൻ അറിയുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എവിടേക്കും പോകാനും പറ്റില്ല. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് വരയ്ക്കുന്ന ആളാണെന്ന് പറഞ്ഞ് വെറുതെ ലൈൻ ഇടാൻ അറിയുന്ന ആളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എല്ലാ സൈറ്റിലും വരയ്ക്കാൻ പോകാൻ പറ്റില്ല. അങ്ങനെ ലൈൻ ഇടുന്ന സൈറ്റുകളിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊക്കെ വരയ്ക്കാൻ അറിയണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയുന്ന കാര്യങ്ങൾ അത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. സമയമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചെയ്യുക. നമ്മുടെ അടുത്ത് പലരും പറയാറുണ്ട്, ഓ നിങ്ങളങ്ങനെ. നമ്മൾ എപ്പോഴും നമുക്ക് ഫ്രീ ടൈമൊന്നും ഉണ്ടാവില്ല. ഇതന്നെ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്യാപ്പിലൊക്കെയാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു അറിയുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കാരണം അവരത് പഠിച്ച് നമ്മുടെ ജോലി പോയി എന്നുള്ള ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഇവിടെയും പല ആളുകളും നമ്മളൊക്കെ വര പഠിക്കുന്ന സമയത്ത് ആർക്കും കാണിച്ചു തരാതെ ഒളിച്ചിരുന്ന് വരയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലും അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ വരയ്ക്കില്ല. അവർ വല്ല സ്ഥലത്തും മാറി നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്ന ആളുകൾ. പക്ഷെ അവരൊക്കെ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ എന്താണ് നഷ്ടം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വരയൊന്നും അധികാരം പഠിച്ചില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമുക്കറിയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക.